ഇതല്ല ഞാൻ ആഗ്രഹിച്ച ജീവിതം, എനിക്കിങ്ങനെ ജീവിച്ചാൽ പോരാ, ജീവിതം മാറ്റണം. ഇങ്ങനെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ടോ? ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് ജീവിതം മാറ്റാനായിട്ട് പറ്റും. കുറച്ച് നാളുകൾ, അത് 1 മാസമോ 2 മാസമോ 4 മാസമോ ആകാം. ആ കുറച്ച് നാളുകൾ നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? തുടങ്ങാനുള്ള പ്രയാസം. അതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രശ്നം. നമ്മളൊന്നും ചെയ്യാതെ അലസമായിരുന്ന് നഷ്ടപ്പെടുത്തുന്ന ഓരോ മണിക്കൂറും ഓരോ ദിവസവും നമ്മുടെ ഓരോ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ്. പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ആ കാര്യം ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല എന്ന്. ഞാൻ ജീവിതത്തിൽ പല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ ഫുൾ ബിസിയാണ്, എനിക്ക് സമയം കിട്ടാറേ ഇല്ല എന്നൊക്കെ. സത്യത്തിൽ ഈ പറയുന്നത് തെറ്റല്ലേ? കാരണം ആ ആളോട് തന്നെ ചോദിച്ചാൽ അറിയാം, അയാൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്തു പോന്നിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റാൽ കുളിച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, മൊബൈലിൽ കളിച്ചിട്ടുണ്ട്, TV കണ്ടിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്രയോറിറ്റി അനുസരിച്ചാണ് ഓരോന്നിനും നമ്മൾ സമയം കണ്ടെത്തുന്നത്. നിങ്ങൾക്ക് സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുത്തിട്ടില്ല എന്നതാണ് അർത്ഥം. ഇനി ആരെങ്കിലും നിങ്ങളോട് സമയം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും സമയം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ശരിക്കും സമയം കിട്ടാത്തതല്ല. ഇതിനേക്കാൾ പ്രധാനം മറ്റു കാര്യങ്ങൾക്ക് നിങ്ങൾ കൊടുത്തതുകൊണ്ടാണ് നമ്മൾക്ക് ഇതിന് സമയം കിട്ടാതെ പോയത്. അപ്പോൾ ഇനി എന്ത് കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും ആദ്യം പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുക. ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് നോക്കി അത് ആദ്യം ചെയ്യുക. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റൂ. അതേപോലെ നമ്മൾ ചിന്തിക്കുന്ന മറ്റൊരു കാര്യമാണ്, എനിക്ക് പല കാര്യങ്ങൾ ചെയ്ത് വിജയിക്കണമെന്നുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല. നല്ല ബിസിനസ് ഐഡിയ എനിക്കുണ്ട്, പക്ഷേ ബിസിനസ് ചെയ്യാനുള്ള ക്യാഷ് എൻ്റെ കയ്യിലില്ല. എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വീട്ടിൽ നിന്ന് എനിക്ക് സപ്പോർട്ടില്ല. ഇങ്ങനെ ഇല്ല 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 എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് തീവ്രമായ ഒരു സ്വപ്നം ഉണ്ട് എങ്കിൽ അത് ഞാൻ നേടിയെടുക്കും എന്നൊരു ആത്മവിശ്വാസം, അതാണ് ആദ്യം ഉണ്ടാവേണ്ടത്. ഇതാണ് എൻ്റെ കാര്യം, ഇതാണ് എൻ്റെ ലക്ഷ്യം എന്ന് ചിന്തിച്ചുകൊണ്ട് അതിൻ്റെ പുറകെ നിങ്ങൾ പോകണം. ഇങ്ങനെ പറയണമെങ്കിൽ നിങ്ങൾക്ക് ഒരു തീവ്രമായ ആഗ്രഹം ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെ തീവ്രമായി നമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ നിന്ന് ആത്മവിശ്വാസം താനേ ഉണ്ടായിക്കോളും. ഇങ്ങനെ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നേടേണ്ടത് എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്തില്ല എന്നുള്ളതൊന്നും ഒരു പ്രധാനമേ അല്ല. നിങ്ങൾ ഒന്നുമില്ലായ്മയിൽ നിന്ന്, സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യണം. അല്ലാതെ എല്ലാം ഉണ്ടായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല. ചെറിയതിൽ നിന്ന് നമുക്ക് വലുതിലേക്ക് എത്താനായിട്ട് പറ്റും. പണമാണ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതെങ്കിൽ അത് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ആൾക്കാർ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യും. എപ്പോൾ ആൾക്കാർ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യും? നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ, ആ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കോൺഫിഡൻ്റ് ഉണ്ട് എങ്കിൽ. അതായത് കോൺഫിഡൻ്റ് ഉള്ള വ്യക്തികളിലാണ് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കോൺഫിഡൻ്റ് ഉള്ള വ്യക്തികളുടെ കൂടെയാണ് ആൾക്കാർ വരിക. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ വിജയിക്കുമെന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജനങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് നൽകും. അപ്പോൾ ആദ്യം നിങ്ങൾ വേണ്ടത് എന്താണ്? ആത്മവിശ്വാസം ഉണ്ടാകണം. ആത്മവിശ്വാസം ഉണ്ടാകണമെങ്കിൽ ആദ്യം എന്തുണ്ടായിരിക്കണം? തീവ്രമായ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. നമ്മളൊക്കെ ഉണ്ടല്ലോ, മൊബൈൽ ഉപയോഗിച്ച് പല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കും അല്ലേ? എടുത്തതിന് ശേഷം നമ്മളൊന്ന് നോക്കിയിട്ട് അത് പോരാ, അത് കുറച്ച് ശരിയാകാനുണ്ട് എന്ന് നമുക്കൊന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതങ്ങ് ഡിലീറ്റ് ആക്കിയിട്ട് വേറെ 1 2 ഒക്കെ എടുക്കും. എന്നാൽ മനുഷ്യ ജീവിതത്തിന് ഇങ്ങനെ ഒരു റീടേക്ക് എടുക്കാൻ പറ്റില്ല. പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ജീവിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. എനിക്കെൻ്റെ ബാല്യത്തിലേക്ക് എനിക്കൊന്ന് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചാൽ നമുക്കൊരിക്കലും സാധിക്കില്ല. എനിക്കെൻ്റെ യൗവനം തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ അതും കിട്ടില്ല. കൗമാരം കിട്ടണമെന്നൊരാൾ ആഗ്രഹിച്ചാൽ അതും തിരിച്ചു കിട്ടൂല. ഇതിനൊന്നും റീടേക്ക് ഇല്ല. ഇന്ന് ജീവിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് അങ്ങ് ജീവിക്കാൻ നോക്കുക. ഒരു കാരണവശാലും നമുക്ക് പുറകോട്ട് പോകാൻ ജീവിതത്തിൽ കഴിയില്ല. റീടേക്ക് ഇല്ലാത്ത ജീവിതമാണ് നമുക്കുള്ളതെന്ന ബോധം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം. ഈ നിമിഷം ചെയ്യാനുള്ള കാര്യം നന്നായി ചെയ്യുക. സത്യം പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുൻപോട്ടൊന്നും കാണാൻ കഴിയില്ല. മുഴുവൻ ഇരുട്ടാണ്. എന്താണ് ഭാവിയിൽ സംഭവിക്കുക എന്ന് ആർക്കും അറിയാൻ കഴിയില്ല. എല്ലാവരും ഒരു ഉറപ്പിൽ, വിശ്വാസത്തിൽ ഓരോന്ന് ചെയ്യുന്നതാണ്. അവരിഷ്ടപ്പെടുന്ന മേഖലയിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതാണ്. അങ്ങനെ ഇറങ്ങി പുറപ്പെടാനുള്ള ഒരു ധൈര്യമില്ലേ, അത് നമ്മൾ കാണിക്കണം. ചിലപ്പോഴൊക്കെ തോറ്റുപോയിട്ടുള്ളവരുണ്ട്, എങ്കിലും നമ്മൾ ആ വഴിയിലൂടെ ധൈര്യപൂർവ്വം ഒരു യാത്ര നടത്തി നോക്കണം. നമുക്ക് ഒരുപാട് വേണ്ടപ്പെട്ടവർ ഉണ്ടാവും, സുഹൃത്തുക്കൾ ഉണ്ടാവും അല്ലേ? പക്ഷെ ആരും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കില്ല. ഒരു മാറ്റം വരുത്താൻ നമ്മളെ തന്നെ റെഡിയാക്കണം.
ചലഞ്ച് ചെയ്യണം. ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഇങ്ങനെ തുടരാൻ ആഗ്രഹിക്കരുത്. മറ്റാരെങ്കിലും വന്ന് നമ്മുടെ ജീവിതം ശരിയാക്കും അല്ലെങ്കിൽ മാറ്റിമറിക്കും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഇന്ന് തൊട്ട് അത് മാറ്റുക. എന്നാൽ അവർക്ക് പറഞ്ഞു തരാൻ പറ്റും, അവർക്ക് പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ ചെയ്യണമെങ്കിൽ, പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ പറ്റണമെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ സാധിക്കൂ. നിങ്ങൾ ഈ ഒരു കാര്യം ചിന്തിച്ച് നോക്കിയേ. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുമ്പോൾ ഒരു മടി തോന്നാറില്ലേ? ഇന്ന് വേണ്ട, ഇന്നൊരു മൂഡില്ല, ഇനി പിന്നെ ആവട്ടെ എന്നൊക്കെ ചിന്തിക്കാറില്ലേ? എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ജീവിതത്തിൽ ഒരിക്കലും അതില്ലാതാവാൻ പോകുന്നില്ല. നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഈ ഒരു മടി ഉണ്ടായിരിക്കും. മടി നമ്മളെ ആ കാര്യത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കും. ഒരിക്കലും കാര്യങ്ങളെല്ലാം നല്ല എളുപ്പമായിട്ട് വരില്ല. സാഹചര്യങ്ങളെല്ലാം നമുക്ക് പ്രതികൂലമാവത്തേ ഉള്ളൂ. അത് അങ്ങനെയാണ്. ഇന്ന് മടി പിടിച്ച് അത് ചെയ്യുന്നില്ലെങ്കിൽ നാളെ നമ്മളത് ചെയ്യുമെന്ന് എന്തുറപ്പാണ് നമ്മുടെ മനസ്സിനുള്ളത്? ഇന്ന് അത് ചെയ്യാതെ നമ്മൾ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ നാളെയും നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ ചെയ്യുക. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ ഒരു വലിയ പാറക്കെട്ടിന് മുന്നിൽ നിൽക്കുവാണ്. പാറക്കെട്ടാണെങ്കിൽ വളരെ ഉയരമുള്ളതും ഭയപ്പെടുത്തുന്നതുമായിരുന്നു. അവനൊരു പുഴയുടെ തീരത്താണ് നിൽക്കുന്നത്. പുഴ നേരെ ഒഴുകി വന്ന് പാറക്കെട്ടിൽ തട്ടുമ്പോൾ പുഴയ്ക്ക് തടസ്സമുണ്ടാകുന്നുണ്ട്. അവനത് ശ്രദ്ധിച്ചു. പുഴ പാറക്കെട്ടിനെ തകർക്കാൻ ശ്രമിക്കുന്നില്ല, മറിച്ച് പാറക്കെട്ടിൻ്റെ വശങ്ങളിലൂടെ ഒഴുകി അത് തൻ്റെ ലക്ഷ്യമായ തനിക്ക് എത്തിച്ചേരേണ്ട കടലിലേക്ക് തന്നെ എത്തുന്നുണ്ട്. ചില സമയത്ത് പുഴ പാറക്കെട്ടിൻ്റെ മുകളിലൂടെ കവിഞ്ഞൊഴുകുന്നു, ചിലപ്പോൾ താഴേക്കിടയിലൂടെ വഴി കണ്ടെത്തുന്നു. എത്ര വലിയ പാറ വന്നാലും പുഴ ഒരിക്കലും ഇനി എനിക്ക് പോകാൻ വഴിയില്ല എന്ന് പറഞ്ഞ് അവിടെ വെച്ച് നിന്നു പോകാറില്ല. അത് പുതിയ വഴികൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പാറക്കെട്ടുകൾക്ക് മുന്നിൽ, അതായത് പ്രശ്നങ്ങൾക്ക് മുന്നിൽ അവിടെ നിന്നു പോകുവാണ്. ഒരു ജോലി പോയത്, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, ഒരു പരാജയം സംഭവിച്ചത്, ഇതൊക്കെ വലിയ പാറക്കെട്ടുകൾ തന്നെയാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വഴി മാറ്റുക, അല്ലാതെ ലക്ഷ്യമല്ല മാറ്റേണ്ടത്. നമ്മൾ കേട്ട കഥയിലെ പുഴ ഒരിക്കലും കടലിൽ എത്തേണ്ട എന്ന് തീരുമാനിക്കുന്നില്ല. പാറ വന്നാൽ അത് വഴി മാറി ഒഴുകുന്നു. നിങ്ങളും അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളെടുത്ത ഒരു പ്ലാൻ ചിലപ്പോൾ വർക്കായിട്ടുണ്ടാവില്ല. അന്നേരം നിരാശപ്പെടാതെ മറ്റൊരു വഴിയിലൂടെ എങ്ങനെ ലക്ഷ്യത്തിലെത്താം എന്ന് മാത്രം ചിന്തിക്കുക. വിജയം എന്നതുണ്ടല്ലോ, ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഓരോ ദിവസവും നമ്മൾ ചെറിയ രീതിയിൽ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇന്നത്തെ ചുവടുവെപ്പുകൾ നാളത്തെ വലിയ നേട്ടങ്ങളാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഇതേപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് പറയണേ. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.